അതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നാ തോന്നുന്നത്. ഏതൊരു ഫീൽഡിലും മുന്നോട്ട് പോകാൻ പോസിബിൾ അല്ല. സാധനം ഒഴിവാക്കി വേറെ സെർച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ. ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ഫ്ലെക്സ് അടിച്ചുകൊണ്ടുള്ള അഡ്വർടൈസിങ് മാത്രം മതിയോ? അതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നാ തോന്നുന്നത്. കുറച്ചും കൂടി ഒരു സോഷ്യൽ പ്രസൻസ് വേണം. സോഷ്യൽ മീഡിയ വഴിയൊക്കെ കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്യണം, ആളുകൾ ശ്രദ്ധിക്കപ്പെടണം, എന്നാലേ കാര്യം ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ഓൺലൈൻ പ്രസൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്ന കൂടുതൽ തുടങ്ങിയതുകൊണ്ടാണ് ഇപ്പോൾ അതിലൂടെ ഒരു പരസ്യം കൊടുക്കുകയും അതിലൂടെ നമ്മുടെ ആഡും കാര്യങ്ങളും കൊടുക്കുന്നതോടെ ബിസിനസ് വർദ്ധിക്കാൻ ചാൻസ്. അതൊന്നും കൂടി ഈസി ആയി നമുക്ക് നമ്മളെ ഏരിയയിൽ നിന്നിട്ട് ഒന്നുകൂടി ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ. പുറത്തിറങ്ങിയിട്ട് കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിൽ നിന്നിട്ടെല്ലാം ചെയ്യാം. അപ്പൊ അതിൽ സോഷ്യൽ പ്രസൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും. അതായത് സോഷ്യൽ മീഡിയയും പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊന്നും ഡെവലപ്പ് ചെയ്യാതെ നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന് വലിയൊരു ബെനിഫിറ്റും കാര്യങ്ങളൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ തലമുറ, അതായത് ഇനി വരുന്ന തലമുറകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഓൺലൈനാണ് എല്ലാത്തിൻ്റെ അടിത്തറായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഓൺലൈനിലെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ബേസ് ആയിട്ട് നമ്മൾ ഓൺലൈൻ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്താലുള്ളൂ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റും കാര്യങ്ങളാകുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് അത് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തൊക്കെ ഉണ്ടോ? അതെ, അങ്ങനെ നോക്കിയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാറുള്ളത്. അതിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന സൈറ്റിൽ കയറിയിട്ട് അതിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കും കൂടുതലായിട്ട്. ഗൈസ്, ഇതാണ് പബ്ലിക് ഒപ്പീനിയൻസ്. ഇനി നിങ്ങളുടെ ബിസിനസ് ഏതുമാകട്ടെ, റീച്ച്, ലീഡ്സ്, ഡിജിറ്റൽ ഗ്രോത്ത്, ഇതെല്ലാം ഇനി ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. ഫോർ മോർ ഡീറ്റെയിൽസ് ഡു കോൺടാക്ട് us draw.media.